കേട്ടോ പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനെ പൊന്നാക്കുന്ന ചീരയാണ് പൊന്നാങ്കണ്ണി ചീര. നമ്മുടെ വീടുകളിൽ നിർബന്ധമായിട്ട് വെച്ചുപിടിപ്പിക്കേണ്ട ചീരയാണ് പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ ഇത് കണ്ണിൻ്റെ കാഴ്ചശക്തി, അതേപോലെ തന്നെ കണ്ണിൻ്റെ തിമിരം, ഈ തലവേദന, ഓർമ്മക്കുറവ്, വയറിൻ്റെ പ്രശ്നങ്ങൾ, കാലിൻ്റെ മരവിപ്പ്, പിന്നെ ഒരു സൗന്ദര്യവർദ്ധന ചീര കൂടിയാണ് ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതിൽ സ്വർണ്ണം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ഈ പ്രസവിച്ച ഉടനെ തന്നെ കുട്ടികൾക്ക് നമ്മൾ സ്വർണ്ണമൊക്കെ വരച്ചു കൊടുക്കില്ല, അതിന് പകരം ഈ പൊന്നാങ്കണ്ണി ചീരയുടെ നീര് കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ചീരയാണ് പൊന്നാങ്കണ്ണി ചീര. നമുക്കിത് നട്ട് വളർത്താനായിട്ട് യാതൊരു പ്രയാസവുമില്ല. കാരണം ഒരു കൊച്ചു തണ്ട് നട്ടാൽ തന്നെ ഇത് ഇഷ്ടം പോലെ കാട് പിടിച്ച് വളരണ ചീരയാണ്. വലിയ പരിചരണങ്ങളുടെ ആവശ്യമില്ല, വലിയ രോഗങ്ങളും കീടങ്ങളൊക്കെ കുറവാണ് ഈ പൊന്നാങ്കണ്ണി ചീരക്ക്. നമുക്ക് വേനൽക്കാലത്ത് നനച്ച് മാത്രം കൊടുത്താൽ മതി. പിന്നെ ജൈവവളം മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ചാണകപ്പൊടി, മണ്ണിരക്കമ്പൂസ്, സ്റ്റാർട്ടിങ് കാഷ്ടം, കോഴിവളം, അതിലേതെങ്കിലും ജൈവവളം മാത്രം കൊടുത്തിട്ട് വേനൽക്കാലത്ത് നനച്ച് കൊടുത്താൽ തന്നെ നമുക്ക് നന്നായിട്ട് വീട്ടിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ചീര തന്നെയാണ് പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും നമുക്കൊരു ഇലക്കറി വേണമല്ലോ. അപ്പോൾ ആ ഇലക്കറിക്ക് നമുക്ക് സാധാ ചീര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യത്തെ നമുക്ക് നട്ട് വളർത്താൻ പറ്റുള്ളൂ. കാരണം സീസണിൽ മാത്രം മഴക്കാലത്ത് നട്ട് വളർത്താൻ പറ്റില്ല. എന്നാൽ പൊന്നാങ്കണ്ണി ചീര അങ്ങനെയല്ല, മഴക്കാലത്തും വേനൽക്കാലത്തൊക്കെ നമുക്ക് നട്ട് വളർത്താൻ പറ്റിയതാണ്. ഒരു പ്രാവശ്യം നട്ടാൽ മതി. പിന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് അത് പോകില്ല. നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് നട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നട്ട് 15 ദിവസം എത്തുമ്പോഴാണ് നമ്മൾ വിളവെടുക്കേണ്ടത്. അപ്പോൾ വിളവെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് വേറെ നട്ട് കൊടുക്കാം. അങ്ങനെ നട്ട് ഇപ്പം നമുക്ക് കുറച്ച് സ്ഥലത്ത് ഇപ്പോൾ ഇതേപോലെ കുറച്ച് സ്ഥലത്ത് അധികം സ്ഥലത്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി നമുക്ക് തോരനായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ചീര കഴിച്ചിട്ട് ഒരുപാട് പേരാണ് കണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുള്ളത്. ഇവിടെ നിന്ന് ചീര കഴിച്ചിട്ട് തിമിരം, ഒരുപാട് പേർക്ക് തിമിരത്തിന് ഓപ്പറേഷൻ വേണ്ടി വന്നില്ല. അതേപോലെ രാത്രി കണ്ണിൻ്റെ കാണാത്ത പ്രശ്നങ്ങളുള്ളവർക്ക്, പിന്നെ ആക്സിഡൻ്റൊക്കെ സംഭവിച്ചിട്ട് ഈ കണ്ണിൻ്റെ കാഴ്ചശക്തി ഒരു 90% പോയ ആൾക്കാരുടെയും ഒക്കെ ഒരുപാട് പേരുടെയാണ് മാറ്റമുണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചീര തന്നെയാണ് ഈ പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ ചീര നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ ഹാങ്ങിങ് ബോട്ടിലോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നട്ടുകൊടുക്കാം. സ്ഥലം ഇല്ലാത്തവർക്ക് പോലും നമുക്കിപ്പോൾ ടെറസിലൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ചീരയുടെ പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ ഒരുപാട് പേർക്കാണ് ചീരയുടെ തൈ അയച്ചു കൊടുത്തേക്കണത്. അപ്പോൾ ചീരയുടെ തൈക്ക് ഓർഡർ ചെയ്യേണ്ടവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മളിത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിവളമായിട്ട് ചാണകപ്പൊടി, മണ്ണിരക്കമ്പോസ്റ്റൊക്കെ ഇട്ട് നട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു 15 ദിവസം എത്തുമ്പോഴും നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുത്തോളണം. എളുപ്പത്തിലാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. എളുപ്പം തണ്ടും ഇലയൊക്കെ എളുപ്പത്തിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഇതിന് ഗുണം കൂടുതൽ കിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ കണ്ണിന് ഇപ്പോൾ കംപ്ലൈൻ്റൊക്കെ അധികം ഉള്ളവർക്ക് ഇത് ജ്യൂസാക്കി കഴിക്കാം. രാവിലെ തന്നെ ഒരു പിടി എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമുക്ക് ജ്യൂസാക്കി കഴിക്കാം. അല്ല എങ്കിൽ നമുക്കിത് ഉണക്കി വെച്ചിട്ട് ഇതിൻ്റെ പൗഡറായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് തോരൻ വെച്ച് കഴിക്കാം, കറി വെച്ച് കഴിക്കാം. പിന്നെ കുടിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കുമ്പോൾ നമുക്ക് അതിലിട്ടിട്ട് ആ വെള്ളവും കുടിക്കുക, ഇലയും കഴിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ പൊന്നാങ്കണ്ണി ചീര മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നാങ്കണ്ണി ചീര പോലെ ഇരിക്കുന്ന ഒരു 20ഓളം ചെടികളുണ്ട്. അപ്പോൾ നമുക്ക് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പൊന്നാങ്കണ്ണി എല്ലാവരും ധാരണ 2 തരമുണ്ട്, പച്ചയുണ്ട്, ചുവപ്പുണ്ട് എന്നൊക്കെയാണ്. പക്ഷേ പൊന്നാങ്കണ്ണി ഒറ്റ വെറൈറ്റി ഉള്ളൂ. കണ്ട, തണലത്ത് നിൽക്കുമ്പോൾ പൊന്നാങ്കണ്ണിക്ക് ഒരു പച്ച കളറായിരിക്കുള്ളൂ. ഈ വെയിലത്ത് നിൽക്കുമ്പോൾ ഇതേപോലെ റെഡ് കളറായിരിക്കുള്ളൂ. പൊന്നാങ്കണ്ണി ഒറ്റ വെറൈറ്റി ഉള്ളൂ. അത് നമ്മൾ നടണ സ്ഥലം അനുസരിച്ചാണ് പൊന്നാങ്കണ്ണിയുടെ കളറ് മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന് ഒരു കീടങ്ങളുടെ ശല്യം എന്ന് പറയുന്നത് ഇതിന് പുഴുക്കേടാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ വേപ്പെണ്ണ ഒരു 5 ml 1 ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് സോപ്പ് സൊല്യൂഷനും പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കാന്താരി മുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുഴുക്കേടൊക്കെ മാറി കിട്ടും. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് വെട്ടി നിർത്തില്ലെങ്കിൽ പൂ വരും. പൂ വന്നു കഴിഞ്ഞാൽ ഇതിന് ഗുണങ്ങൾ കുറയും.
അപ്പോൾ എപ്പോഴും നമ്മൾ 15 ദിവസം എത്തുമ്പോൾ തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട. വേനൽക്കാലം കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കണം പൊന്നാങ്കണ്ണിക്ക്. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ പിന്നെ നടേണ്ടി വരില്ല നമുക്ക് ഈ പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ എല്ലാവരും വീട്ടിൽ പൊന്നാങ്കണ്ണി ചീരയൊക്കെ വെച്ച് പിടിപ്പിക്കണം. നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് ഈ മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറും ഒക്കെയാണല്ലോ. അപ്പോൾ അവരൊക്കെ കണ്ണിനാണെന്ന് എല്ലാവർക്കും പ്രശ്നങ്ങൾ വന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ പൊന്നാങ്കണ്ണി ചീര ഉൾപ്പെടുത്താം. നമുക്ക് ചീരയായിട്ട് തോരൻ വെച്ച് കൊടുക്കുക, നമുക്ക് കറി വെച്ച് കൊടുക്കുക. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കുട്ടികളുടെ ഉള്ളിൽ ചെന്നാൽ മതി. അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഇപ്പോൾ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കുക, മുട്ട വറുക്കണയിലൊക്കെ ഇട്ട് കൊടുക്കുക. എങ്ങനെയായാലും നമുക്ക് ദിവസം ഏതെങ്കിലും വിധത്തിലൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ ചീര തോരൻ, ഇപ്പോൾ വേറെ ഇലക്കറികൾ കൊടുക്കണ ഇതിൽ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പൊന്നാങ്കണ്ണി ചീര തന്നെ നമുക്ക് ഡെയിലി കൊടുക്കുക. അപ്പോൾ തലമുടി വളരണ എണ്ണ ഉണ്ടാക്കാനായിട്ട് പൊന്നാങ്കണ്ണിയുടെ നീര് ഉപയോഗിക്കാം കേട്ടോ. തലമുടിയൊക്കെ നന്നായിട്ട് വളരാനും താരം പോകാനൊക്കെ നല്ലതാണ്. അതേപോലെ നമുക്ക് വിഷജന്തുക്കളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പൊന്നാങ്കണ്ണിയുടെ നീര് തേച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് അതേപോലെ തന്നെ ചർമ്മത്തിനൊക്കെ തിളക്കം കൂട്ടാനും സൗന്ദര്യം വർദ്ധിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ നമ്മുടെ വീട്ടിൽ വച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ചീര എന്തായാലും നമ്മൾ വച്ച് പിടിപ്പിക്കേണ്ട ഒരു ചീര തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീടുകളിൽ ഒരു 2 ചെടിച്ചട്ടിയിലെങ്കിലും പൊന്നാങ്കണ്ണി ചീര നട്ട് വളർത്താം. നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്താം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.